ഹലോ എല്ലാ കൂട്ടുകാർക്കും ആരതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഒക്കെ വരവായി. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള ഒരു ബോട്ടിലാട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വലിയ മൂഡിലല്ലായിരുന്നു. നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ചാനലിൽ ഒരു വ്ളോഗ് ചെയ്തിരുന്നു, വ്ളോഗ് ഇട്ടിരുന്നു. അപ്പോൾ കോർണിഷിൽ പോയിട്ട് അപ്പോൾ അവിടുത്തെ ആ വ്ളോഗ് കണ്ടവർക്കറിയാം നല്ല കാറ്റുള്ള സമയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടും പിന്നെ നമ്മുടെ ഇവിടെ ക്ലൈമറ്റൊക്കെ ചേഞ്ചായി ചൂടിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെയൊക്കെ എന്തോ ഒരു സുഖമില്ലാത്തൊരു മൂഡില്ലാതെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ബോട്ടിലാട്ടം ആക്ച്വലി ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു പകുതി ഉറക്കത്തിൽ ചെയ്യുന്ന പോലെ എന്ന് അറിയില്ല, അതുപോലെ തന്നെ ഒരു പകുതി മൂടോട് കൂടിയിട്ട് ചെയ്തൊരു ബോട്ടിലാട്ടാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച അതിനേക്കാളൊക്കെ നല്ല കളറായിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനും നല്ല സിമ്പിളായിട്ടുള്ള നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സംഭവങ്ങൾ വെച്ചിട്ടുള്ള ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കോട്ടോ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. വാച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള ബോട്ടിലാട്ട് കാണാം. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈസ്റ്റർ ആശംസകൾ നേർന്നു. ഓക്കെ, നമുക്ക് കിടക്കാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ജ്യൂസ് ബോട്ടിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനെ ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടിയിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഒരു 3-4 ലെയർ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഡ്രൈ ആയിട്ട് വേണം ബാക്കിയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഡ്രൈ ആവാനായിട്ട് വെക്കാം. അപ്പോൾ അത് ഡ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം. ഇത് നമ്മുടെ പഴയ ബുക്കുകളിലൊക്കെ ചട്ടി ഉണ്ടാവുമല്ലോ, അതിൽ നമ്മൾ എഗ് ബാസ്ക്കറ്റ് ഇങ്ങനെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ബ്രൗൺ കളറൊക്കെ അടിച്ചു കൊടുത്ത് നമുക്ക് ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ആ ഒരു ബാഗിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിനി അരി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചാക്കൊക്കെ ഉണ്ടാവുമല്ലോ, അത് ചാക്ക് എന്ന് പറഞ്ഞാൽ ജൂട്ട് മെറ്റീരിയൽ അല്ല കേട്ടോ. ജൂട്ടാണെങ്കിൽ അതായാലും മതി. ഇത് നമ്മൾ ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ബാഗിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് കറക്റ്റ് സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്ത് ഒരു പിസ്ത ഗ്രീൻ കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കളറാണ് ഞാനിപ്പോൾ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. സ്പോഞ്ച് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള പിക്ചേഴ്സ്, ഇമേജസ് ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യം വരും. ഇനി നമുക്ക് ബാഗിന് ബ്രൗൺ കളറാണ്, ബ്രൗൺ കളർ അടിച്ചു കൊടുക്കാം. ബ്രൗൺ കളർ മാത്രമല്ല, അതിൻ്റെ മേലെ നമ്മൾ പിന്നെ പേൾ മെറ്റാലിക് കളറും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ബ്രൗൺ കളർ അടിച്ചു കൊടുത്തു. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എഗ്സ് ആണ്. ഈസ്റ്ററിന് ഞാൻ പറഞ്ഞു എഗ്സ് ബണ്ണീസൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ എഗ്ഗിൻ്റെ ഷേപ്പിൽ നമ്മുടെ പഴയ ബുക്കിൻ്റെ ചട്ട എന്ന് പറഞ്ഞില്ലേ, അതിൽ നമ്മളിതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിക്കിങ് പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എഗ് ബാസ്ക്കറ്റ് ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നമുക്ക് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ടും ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഗ് ബാസ്ക്കറ്റ് ഒട്ടിച്ചെടുത്തു. അടുത്തായിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തിരുന്ന കുറച്ച് ബണ്ണീസൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ താഴെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എഗ്സ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതും നമ്മുടെ ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതാണ് സൗകര്യം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് സ്റ്റിക്ക് ചെയ്താലും മതി. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ
എഗ്ഗ് വീതം വെച്ച് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് മുട്ടകൾ. അപ്പോൾ ബാസ്ക്കറ്റ് പുല്ലിൽ വെച്ചിരിക്കുകയാണ്. പുല്ലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ എഗ്സ് നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ 2 സൈഡിലായിട്ട് ഓരോ എഗ്ഗ് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ബാസ്ക്കറ്റിൻ്റെയും എഗ്ഗിൻ്റെയും സൈസ് അനുസരിച്ച് ബണ്ണീസ് ചെറുതായി പോയി. ബണ്ണീസും ഇങ്ങനെ പുല്ലിൽ ഇരിക്കുന്ന പോലെയാണ്. ഇനി നമുക്ക് നമ്മുടെ ബാസ്ക്കറ്റിന് ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കുകയാണ്. ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നൈസായിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് നമ്മൾ ബോർഡറായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ബോ സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ആ പിടുത്തമുണ്ടല്ലോ ഹാൻഡിൽമേ. അപ്പോൾ ബോ ആണ് ആദ്യം ഞാൻ വെച്ചത്, പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ബോ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഗ്സിന് നമ്മൾ പറഞ്ഞു കളർ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, ഞാനിപ്പോൾ ഓറഞ്ച്, യെല്ലോ, പിങ്ക് ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെച്ചത് കുഞ്ഞ് ബോ ആയതുകൊണ്ട് ഞാൻ പിന്നീട് വലിയ ബോ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇതൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ ബോ വെച്ചിരിക്കുന്നതാണ് ഭംഗിയെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ സൈഡിലുള്ള 2 എഗ്ഗ് നമ്മൾ സ്റ്റിക്ക് ചെയ്തില്ല, അതിന് ബ്ലൂവും പർപ്പിളും കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ ബാസ്ക്കറ്റിന് പേൾ മെറ്റാലിക് കളേഴ്സിൽ കോപ്പർ എടുത്തിട്ട് ഞാൻ അടിച്ചു കൊടുക്കണം. കോപ്പറല്ല, ബ്രോൺസ് എടുത്തിട്ട് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ് നമ്മുടെ എഗ് ബാസ്ക്കറ്റ് ഇരിക്കുന്നത് പുല്ലിലാണ്, ഗ്രാസിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ പഴയ അരിച്ചൊക്കെ ഉണ്ടല്ലോ അതിൽ ഗ്രീൻ കളറാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഗ്രാസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട്, ഭയങ്കര വെയിലായതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, ഭയങ്കര വെയിലായിപ്പോയി. ഞാനത് അത് കുറച്ചിട്ടിട്ടും ബ്രൈറ്റ്നസ് കുറച്ചിട്ടിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഗ്രാസ് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ പേപ്പറിലോ അല്ലെങ്കിൽ നോർമൽ വൈറ്റ് പേപ്പർ ആയാലും അതിൽ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചിട്ടോ അതുപോലെ ഗ്രാസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ചാക്കിൽ തന്നെ ഗ്രീൻ കളർ ആയതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്തു. ഇനി സെൻറ്റർ പോർഷനിൽ നമ്മൾ ബണ്ണീസിനൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ കുറച്ച് ലെങ്ത്ത് കുറവായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രാസ് പോലെ ഇതുപോലെ കട്ട് ചെയ്ത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ബോ മാറ്റിയിട്ട് ഹാപ്പി ഈസ്റ്റർന്ന് നമ്മൾ പ്രിൻ്റ് എടുത്തതിലുണ്ടായിരുന്നു, അത് മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ഈസ്റ്റർ എഗ്സ് കളർ ചെയ്താൽ മാത്രം പോരാ, അതിലതുപോലെ ഇങ്ങനെ ഡിസൈൻസൊക്കെ വരച്ച് കൊടുക്കാം. ഞാൻ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതിലിങ്ങനെ എന്തെങ്കിലും ഡിസൈൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ എഗ്സൊക്കെ കളർ ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ ആ ബോ ഉണ്ടാക്കിയത് കളയാൻ നിൽക്കുന്നില്ല. നമ്മൾ ആ ബാസ്ക്കറ്റിന്മേ ഇതുപോലെ ബോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സെൻറ്ററിലൊരു ബ്ലൂ സ്റ്റോണും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ പേൾ മെറ്റാലിക് കളേഴ്സിൽ ഗോൾഡൻ കളർ എടുത്ത് അവിടെ ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കാൻ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നീട് എനിക്ക് തോന്നി ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു റിബണാണ്, അതിൻ്റെ ഉള്ളിലുള്ളൊരു ചെറിയ റിബൺ ഇതിങ്ങനെ പുള്ളി ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ബോ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി നമ്മൾ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ബ്ലൂ കളർ കട്ട് ചെയ്തിട്ടും ഒട്ടിച്ചു കൊടുത്തു. പിന്നെ വാർണിഷും കൂടി അടിച്ചു കൊടുത്താൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇതാ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.